തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് പണിമുടക്കിയത്. ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം രോഗി ലിഫ്റ്റിനുള്ളിൽ 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഇത് തുടർച്ചയായ 2ാം ദിവസമാണ് ലിഫ്റ്റ് പണിമുടക്കുന്നത്. ഇന്ന് രോഗിയും ഡോക്ടറുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ഒരു രോഗി 42 മണിക്കൂറാണ് ലിഫ്റ്റിൽ കുടുങ്ങേണ്ടി വന്നത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നതും. ഇങ്ങനെ അടിക്കടി ലിഫ്റ്റ് പണിമുടക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിഷേധം ശക്തമാണ്? ഇതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ, ബന്ധപ്പെട്ടവർ ഏത് തരത്തിലുള്ള വിശദീകരണവുമാണ് നൽകുന്നത്? സുരേഷ്, ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ മുന്നിലാണ്. ഈ വിഭാഗത്തിലുള്ള, അതായത് ഈ അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റാണ് കുറച്ചു സമയം മുൻപ് കേടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്നും CT സ്കാൻ എടുക്കുന്നതിന് വേണ്ടി പോയതാണ്. അവിടെ വെച്ചാണ് ഈ ലിഫ്റ്റ് കുടുങ്ങുന്നത്. ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് രോഗി ഉണ്ടായിരുന്നു, രോഗിയുടെ ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു PG ഡോക്ടർ. സാധാരണ കാഷ്വാലിറ്റിയിലെത്തി വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളെ CT സ്കാൻ ചെയ്ത സ്ഥലങ്ങളിലേക്ക് വിടുന്ന സമയത്ത് ഇത്തരത്തിൽ ഹൗസ് സർജന്മാർ കൂടെ ഉണ്ടാകുന്ന സാഹചര്യം. അത്തരത്തിൽ 3 പേർ പോയ സമയത്തായിരുന്നു പകുതി വഴിയിൽ വെച്ച് ഈ ലിഫ്റ്റ് കേടാകുന്ന സംഭവം ഉണ്ടായത്. ഏതാണ്ട് അരമണിക്കൂറോളം ഈ ലിഫ്റ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അത് അരമണിക്കൂറല്ല, 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അടിയന്തരമായി ഇടപെടും എന്നൊക്കെ പറയുന്ന ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഈ സംഭവം കണ്ട ആളുകളൊക്കെ ഇവിടെയുണ്ട്. ചേട്ടാ, എന്താ ഈ സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത് ഈ മെയിനായിട്ട് കാഷ്വാലിറ്റിയുടെയും അതേപോലെ വാർഡുകളുടെയും CT സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന മെയിനായിട്ടൊരു ലിഫ്റ്റാണ് 7ാം നമ്പർ ലിഫ്റ്റ്. ആ ലിഫ്റ്റിലൂടെയാണ് എല്ലാവരും അവിടെ പോകാൻ കഴിയുള്ളൂ CT സ്കാനിങ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് 1ാം നിലയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഈ ലിഫ്റ്റ് കേടുവന്ന് നിന്നു പോവുകയാണ്. ആ സമയത്ത് രോഗി അതിനുള്ളിലുണ്ടായിരുന്നത് ഒരു ലേഡി ഡോക്ടറും 2 ലേഡീസുകളുമാണ് ഉണ്ടായിരുന്നത്. അത് രോഗിയും ഒരു ബൈസ്റ്റാൻഡർ, ഒരു പ്രായം ചെന്നവരാണ്. അവർ വളരെ പാനിക്കായി ബഹളം ഉണ്ടാക്കുകയും വിളിക്കുകയും ഡോറിലിട്ട് അടിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ ബാക്കിയുള്ള അവിടെ കൂടിയ ആൾക്കാരും കൂടെ രക്ഷാപ്രവർത്തനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങിയത്. അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് പണിമുടക്കിയത്. ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. അരമണിക്കൂറിന് ശേഷം ഇവരെ പുറത്തെടുക്കുന്നു. പക്ഷേ ലിഫ്റ്റ് ടെക്നീഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ അവർ മണിക്കൂറുകളോളം അതിനകത്ത് കിടന്നതിൻ്റെ ദാരുണമായ സംഭവം ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് 2 ദിവസത്തിന് മുമ്പുണ്ടായ ഈ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് പോലും അധികം ഇപ്പോൾ പറയാൻ പോകുന്നത്. ് 11 പേരും ഇതിനകത്ത് ജോലിക്ക് കയറിയിട്ടില്ല. അത് 2 വലിയ വിഷയങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിൽ നിന്നും CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ് പണിമുടക്കിയത്. ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം രോഗി ലിഫ്റ്റിനുള്ളിൽ 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.